കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 6 വർഷമായി. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒക്കെ ഞങ്ങളുടെ അടുത്ത് പറയുമായിരുന്നു, ഒരു ശാപം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിൽ ഒരു ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വരികയും ഞാനങ്ങ് ഫ്രീ ആയി, ടോട്ടലി ഫ്രീ ആയി. അതിനുശേഷം ഞാൻ കൺസീവായി. ഇതിനു വേണ്ടി ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. അല്ലാതെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ഇത്രയും വർഷം ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥനയിൽ വിശ്വസിച്ചു. കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുമ്പം കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ തന്നെ പറയുമായിരുന്നു, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു ശാപമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം എൻ്റെ ശരീരത്തിൽ വെളിപ്പെട്ടു. അതിനുശേഷം കൺസീവായി. ഞാനൊന്ന് ഓർക്കും, ഒരു ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് അസാധാരണമായ ദൈവിക അഭിഷേകം ശരീരത്തിൻ്റെ അകത്ത് വ്യാപരിക്കും. ഞാനതുകൂടാതെ ഞാൻ ഓർക്കുക, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പുതിയ വീട്ടിൽ കുഞ്ഞുമായിട്ട് കയറാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ ജനിച്ച് ഞങ്ങൾ വീട് പണി ഭയങ്കര അത്ഭുതമാണ്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഭവനം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞുമായിട്ട് ആ വീട്ടിൽ കയറാൻ പറ്റുമോ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല. കാരണം പണിയുടെ സമയത്തൊക്കെ ഭയങ്കര പ്രതികൂലമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഫിനിഷിങ് വർക്കൊക്കെ പെൻഡിങ് ഇട്ടിട്ട് ആ വീട്ടിലോട്ട് ഷിഫ്റ്റായി 7ാമത്തെ ദിവസം ഡെലിവറി ആയിരുന്നു. കുഞ്ഞ് ജനിച്ച് വാടക വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് പോയി. പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റായി. എത്ര വർഷമാണ് വാടക വീട്ടിൽ താമസിച്ചേ? എന്നെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ജനിച്ച അതുപോലെ വാടക. കുഞ്ഞ് വന്ന സമയത്ത് പുതിയ വീടും കൂടെ വീടും കരമടിച്ച ദൈവത്തിന് മാത്രമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സ്വർഗീയ അനുഗ്രഹവും ഒരു കുടുംബത്തിൻ്റെ അകത്ത് ദൈവം പകരണം. ദീർഘവർഷങ്ങൾ തലമുറയില്ലാതെ ഒരു ഭാരപ്പെട്ടു. ജനനവുമായി ബന്ധപ്പെട്ട് ഭവനത്തിൻ്റെ വാതിലും ദൈവം തുറന്നു കൊടുത്തു. കുഞ്ഞ് ജനിച്ച് വാടക വീട്ടിൽ പോകാൻ ദൈവം അനുവദിച്ചില്ല. പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. അതിനെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ദീർഘനാളുകൾ അവർക്ക് തലമുറയില്ലാതെ ഒരു ഭാരപ്പെട്ടപ്പോഴും ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ ദൈവം അത്ഭുതം ചെയ്യുമെന്നൊരു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് കൊടുത്ത തലമുറയെ ഞങ്ങൾ ഒരുമിച്ച് സഭയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കുഞ്ഞിനെ ഡെഡിക്കേഷൻ ചെയ്യുന്ന ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. കരമടിച്ച നല്ല സാക്ഷ്യത്തിന് ദൈവത്തിന് മാത്രം കൊടുത്താട്ടെ. ശ്രദ്ധിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. ദീർഘവർഷം ഒരു വാടക വീട്ടിൽ താമസിച്ചു. ജനിച്ച കുഞ്ഞുമായി പുതിയ വീട്ടിലേക്ക്. ചില കുഞ്ഞുങ്ങൾ ഭയങ്കര അനുഗ്രഹമാണ്. ഈ കുഞ്ഞ് വാടക വീട്ടിൽ കിടക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇല്ലാത്തത് കൊണ്ട് ഈ കുഞ്ഞ് ജനിച്ച് സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കപ്പെട്ടു. ഫെലിക്സിൻ്റെ ജനനവും അതുപോലെയായിരുന്നു. ഫെലിക്സ് ജനിക്കുന്ന സമയത്ത് വീട് മൊത്തം തകർന്നു കിടന്നു. പക്ഷേ ഫെലിക്സിൻ്റെ അമ്മയ്ക്ക് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടായി. ആ 2 ആഴ്ച കൊണ്ട് ഭവനത്തെ മനോഹരമാക്കി. ഫെലിക്സ് വന്നത് അനുഗ്രഹിക്കപ്പെട്ട വീട്ടിൻ്റെ അകത്താണ്. കരമടിച്ച് ദൈവത്തെ ചോദിച്ചാണ്. ചില തലമുറകൾ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതുപോലെ ഡെലിവറിയും ഭയങ്കര അനുഗ്രഹമായിരുന്നു. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത്. എൻ്റെ വാഗ്ദത്ത വചനം, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുമെന്നായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ കൂടെ ഡെലിവറിക്ക് 3 പേരുണ്ടായിരുന്നു. 2 പേർക്ക് സിസേറിയനും. അന്ന് മൊത്തത്തിൽ 6 ഡെലിവറി കേസുണ്ട്. എല്ലാവർക്കും സിസേറിയനും എനിക്ക് മാത്രമായിരുന്നു നോർമൽ ഡെലിവറി. അതും പാസ്റ്റർ പ്രാർത്ഥിച്ച് കത്തി തൊടാൻ ദൈവം അനുവദിക്കരുതെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഡെലിവറി റൂമിലും ദൈവവിശ്വാസമായിട്ടുള്ളൊരു സിസ്റ്ററിനെ, ഒരു നഴ്സിനെ ആയിരുന്നു എനിക്ക് ദൈവം സഹായത്തിന് അയച്ചത്. അതും ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഞാൻ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്ന കേട്ടിട്ട് അവസാനം സിസ്റ്റർ പറഞ്ഞു, നിൻ്റെ വിളി പോലെ തന്നെ പെട്ടെന്ന്, അതായത് ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ ദൈവം നോർമൽ ഡെലിവറി ആണ്.